بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، قال الله سبحانه وتعالى: مالك يوم الدين. مالك يوم الدين. മാലിക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ. മാലിക് ഉടമസ്ഥൻ. യൗമുദ്ദീൻ, യൗം ദിവസം, അദ്ദീൻ പ്രതിഫലം. നമ്മൾ കഴിഞ്ഞ ദിവസം മബാദിൽ മുഫീദ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു, ദീൻ എന്ന പദം അതിൻ്റെ വാക്കർത്ഥം എന്താണ്? പ്രതിഫലം. അതുപോലെ തന്നെ ഇബാദത്ത് എന്നൊക്കെയാണ്. എന്നാൽ പിന്നീട് എന്ത് ചെയ്തു? പിന്നീടെന്ന് പറഞ്ഞാൽ അറബികളുടെ പിന്നീട്, നമ്മളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം എന്നല്ല ഉദ്ദേശം. അറബി ഭാഷ സംസാരിക്കുന്നവരുടെ ഇടയിൽ അന്ന് മുന്നേ അറബി ഭാഷ പിന്നീട് അത് ശരീഅത്തിനുമേൽ പ്രയോഗിക്കപ്പെട്ടു. അതായത് ഒരു മത നിയമത്തിനുമേൽ ദീൻ എന്ന പദം ഉപയോഗിക്കപ്പെട്ടു. ഇവിടെ മാലിക്കു യൗമുദ്ദീൻ, അല്ലെങ്കിൽ ഇവിടെ മാലിക്കി യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലത്തിൻ്റെ, ഇവിടെ ദീൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? വാക്കർത്ഥം തന്നെ. ദീനിൻ്റെ, പ്രതിഫലത്തിൻ്റെ, ദിവസത്തിൻ്റെ ഉടമസ്ഥൻ. മാലിക്കി യൗമുദ്ദീൻ, യൗം ദിവസം. മാലിക് യൗമുദ്ദീൻ അല്ലെങ്കിൽ മാലിക് യൗമുദ്ദീൻ. ഇവിടെ മാലിക്കി ആവുന്നത് എന്താണ്? മാലിക്കു എന്ന് ഞാൻ പറയുന്നത് എന്താണ്? അത് ഇഅ്റാബുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒറ്റക്ക് പറഞ്ഞപ്പോൾ മാലിക്കായിട്ട് മാലിക്കു എന്ന് വായിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനി അർറഹീം മാലിക്കി യൗമുദ്ദീൻ. ഇതെന്താണ്? മുഴുവൻ അല്ലാഹി അൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് വരുന്നതാണ്. അത് ഇൻഷാ അല്ലാഹ് അറബി ഭാഷ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സിഫത്തുൻ ലില്ലാഹ്, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വിശേഷണമാണ്, സിഫത്താണ്. വയൗമുദ്ദീൻ, യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ ഹുവ യൗമുൽ ഖിയാമ, അന്ത്യനാളാണ് അല്ലെങ്കിൽ അന്ത്യ ദിവസമാണ്, അന്ത്യ ദിനം. വദ്ദീൻ, ദീൻ എന്ന് പറയുന്നത് ഹുന ബിമഅനൽ ജസാ, പ്രതിഫലം എന്നത് അർത്ഥത്തിലാണ് ഇവിടെ. യഅനി അന്നഹു സുബ്ഹാനഹു വതആല മാലികുൻ ലിദാലികൽ യൗമിൽ ലദി യുജാസാ ഫീഹിൽ ഖലായിഖ്. ഈ ആയത്തിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികൾക്ക് പ്രതിഫലം നൽകപ്പെടുന്ന ആ ദിവസത്തിൻ്റെ ഉടമസ്ഥനാണ് എന്നാണ്. മാലികുൻ ലിദാലികൽ യൗം അല്ലദീ യുജാസാ ഫീഹിൽ ഖലായിഖ്, സൃഷ്ടികൾ അവർക്ക് പ്രതിഫലം നൽകപ്പെടുന്ന ദിവസത്തിൻ്റെ ഉടമസ്ഥൻ. ഫലാ മാലിക ഗൈറുഹു ഫീ ദാലികൽ യൗം, അന്നത്തെ ദിവസം വേറൊരു ഉടമസ്ഥനുമില്ല. ഇന്ന് കുറേ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പലതും ഉടമപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പലരും സ്ഥലത്തിൻ്റെ ഓണർമാരാണ്, പലരും വാഹനത്തിൻ്റെ ഓണർമാരാണ്, വീടുകളുണ്ട്, പലതും അവർ ഓൺ ചെയ്യുന്നുണ്ട് കുറച്ച് നാളുകൾക്ക്, മരണം വരെയാണെങ്കിൽ അങ്ങനെ. പക്ഷെ അന്ന് ഒരാൾക്കും ഒന്നും ഉടമപ്പെടുത്തുകയില്ല. ഫലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ, ഒന്നും തന്നെ ഒരു നഫ്സും ഒരാൾക്കും വേണ്ടിയും ഉടമപ്പെടുത്തുന്നില്ല. അങ്ങനത്തെ ദിവസമാണ് അന്നത്തെ ദിവസം. ആർക്കാണ് ആധിപത്യം? ഫൽ മുൽക്കു യൗമഇദിൻ ലില്ലാഹ്, അന്നത്തെ ദിവസത്തെ ആധിപത്യം ആർക്കാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്. അങ്ങനെയുള്ള അല്ലാഹു മാലികി യൗമുദ്ദീൻ, യൗമുദ്ദീനിൻ്റെ ഉടമസ്ഥൻ, അങ്ങനെയുള്ളവനായ അല്ലാഹു. വദ്ദീനു താറതൻ യുറാദു ബിഹി അൽ ജസാഉ, ദീൻ എന്ന പദം ചിലപ്പോൾ പ്രതിഫലം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടാറുണ്ട്. കമാ ഫി ഹാദിഹിൽ ആയ, ഈ ആയത്തിൽ
പറഞ്ഞതുപോലെ. വതാറതൻ യുറാദു ബിഹിൽ അമലു, ചിലപ്പോൾ അതുകൊണ്ട് നേരെ ഉദ്ദേശിക്കുന്നത് അമൽ, ഇബാദത്തുകളും പ്രവർത്തനങ്ങളുമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. പിന്നെ ദീൻ എന്ന് ഇപ്പോൾ പൊതുവെ പ്രയോഗിക്കപ്പെട്ടാൽ എന്താണ്? മതം എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കപ്പെടൽ. കമാ ഫീ ഖൗലിഹി തആല ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ദീൻ, എനിക്ക് എൻ്റെതായ ദീൻ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, എനിക്ക് എൻ്റെ പ്രവർത്തനങ്ങൾ. വയുഖാൽ കമാ തദീനു തുദാൻ, അതുപോലെ തന്നെ അറബിയിൽ ഒരു ചൊല്ലുണ്ട്, കമാ തദീനു തുദാൻ, കമാ തദീനു തുദാൻ, നീ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ നീ എന്നോട് പ്രവർത്തിക്കപ്പെടും. നീ ആളുകളെ ഉപദ്രവിക്കുന്നവനാണോ എങ്കിൽ നീയും ഉപദ്രവിക്കപ്പെടും. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്ന് പറയുന്ന പോലെ കമാ തദീനു തുദാൻ, നീ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിന്നോടും പ്രവർത്തിക്കപ്പെടും. ഐ കമാ തഅമലു തുജാസ, അതായത് നീ പ്രവർത്തിക്കുന്നത് പോലെ നിനക്ക് പ്രതിഫലം നൽകപ്പെടും. കമാ തദീനു തുദാൻ. വഫീ ഖൗലിഹി തആല മാലിക്, മാലിക് എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ വാക്ക് മാലിക് യൗമിദ്ദീൻ, ഫീ ഖിറാഅത്തിൻ സബ്ഇയ്യ, സബ്ഇയ്യായ ഖിറാഅത്ത്, സബ്ഇയ്യായ ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ 7 കാരികളുടെ റായുമാരിലൂടെ വന്ന ഏതെങ്കിലും ഒരു ഖിറാഅത്ത്. അതായത് ഖിറാഅത്തുകൾ എങ്ങനെയുണ്ട്? 10 തരം ഖിറാഅത്തുകൾ സ്ഥിരപ്പെട്ടതുണ്ട്, അതിൽ 7 തരം എന്താണ്? വളരെ പ്രബലമായതാണ്. അത് ആ ഖിറാഅത്തിൽ വന്ന അതിൽ ഒരു ഖിറാഅത്ത് ഇങ്ങനെയാണ്, മാലികി യൗമിദ്ദീൻ. മാലികി യൗമിദ്ദീൻ എന്നതിന് എന്താണ്? മാലികി യൗമിദ്ദീൻ എന്നാണ്. വൽ മലികു അഖസ്സു മിനൽ മാലിക്, മാലിക് എന്നതിനേക്കാൾ പ്രത്യേകപ്പെട്ടതാണ് ആര്? മലിക്. മലിക് എന്ന് പറഞ്ഞതാണ് രാജാവാണ്. രാജാക്കന്മാർ പൊതുവെ ഉടമപ്പെടുത്തുകയും ചെയ്യും, ആധിപത്യം ചെലുത്തുകയും ചെയ്യും. അപ്പോൾ മാലിക് എന്നതിനേക്കാൾ കുറച്ചുകൂടെ പ്രത്യേകപ്പെട്ടതാണ് മലിക്. വഫിൽ ജംഇ ബൈനൽ ഖിറാഅത്തൈനി ഫായിദത്തുൻ അദീമ, ഈ 2 ഖിറാഅത്തുകളും ഒരുമിച്ച് കൂട്ടുന്നതിൽ എന്തുണ്ട്? വലിയ ഫായിദ ഉണ്ട്. വഹുവ അന്നഹു മുൽക്കുഹു ജല്ല വഅലാ മുൽക്കുൻ ഹഖീഖിയ്യുൻ ലഅന്ന മിനൽ ഖൽഖി മൻ യകൂനു മലികൻ വലാകിൻ ലൈസ ബിമാലികിൻ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്തുണ്ട്? യഥാർത്ഥത്തിലുള്ള ആധിപത്യമുണ്ട്. മലിക് എന്നതും മാലിക് എന്നതും എന്ന് രണ്ടും കൂടെ പറയുമ്പോൾ, അല്ലെങ്കിൽ രണ്ടും കൂടെ പറയാമെന്ന് ഒരേ നിസ്കാരത്തിൽ ഓതുമ്പോൾ മാലിക് യൗമിദ്ദീൻ മാലിക് യൗമിദ്ദീൻ അങ്ങനെ പറയാമെന്നല്ല, മറിച്ച് ആശയങ്ങൾ പഠിക്കുമ്പോൾ മാലിക് യൗമിദ്ദീൻ എന്നതും ഉണ്ട്, മാലിക് യൗമിദ്ദീൻ എന്നതും ഉണ്ട് എന്ന രൂപത്തിൽ രണ്ടും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്നും ഒരു ഫായിദ കിട്ടാനുണ്ട്, വലിയ ഫായിദ. അതെന്താണ്? മലിക് രാജാവ്, ചിലപ്പോൾ ഒരാൾ രാജാവായിരിക്കും, പക്ഷെ അയാളെല്ലാം ഉടമപ്പെടുത്തിക്കൊള്ളണമെന്നില്ല, അല്ല നാട് മുഴുവൻ അയാൾ ഉടമപ്പെടുത്തിക്കൊള്ളണമെന്നില്ല, പക്ഷെ രാജാവായിരിക്കും. എന്നാൽ മാലിക്കോ, മാലിക് എല്ലാം ഉടമപ്പെടുത്തുന്നവനാണ്. ഇതാണ് ശൈഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എന്ന ഫായിദ. യുസമ്മ മലികൻ ഇസ്മൻ വലൈസ ലഹു മിന തദ്ബീരി ശൈ, രാജാവെന്ന് പേരുണ്ടാവും, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളും നിയന്ത്രണങ്ങളും ചിലപ്പോൾ ഇയാളുടെ കയ്യിലായിരിക്കൂല. ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. വമിനന്നാസി മൻ യഖൂലു മാലികൻ, വേറെ ചിലരുണ്ട് അവർ ചിലപ്പോൾ ഉടമസ്ഥനായിരിക്കും. വലാ യകൂനു മുൽക്കൻ മലികൻ, അവനെന്ത് ചെയ്യൂല? അവൻ രാജാവായിരിക്കുകയില്ല. കാമത്തിന്നാസ്, ജനങ്ങളുടെ ഇതുപോലെ പൊതുജനങ്ങളുടെ അടുക്കൽ പല സാധനങ്ങളൊന്നുണ്ട് ഉടമസ്ഥയിൽ, പക്ഷെ അവനെന്തില്ല? പിന്നെ രാജാവായി ആധിപത്യം അവനക്ക് ഉണ്ടാവില്ല. വലാകിന്ന റബ്ബു അസ്സ വജൽ മാലികുൻ മലികുൻ, എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ആരാണ്? മാലിക്കാണ്, മലിക്കുമാണ്. അതുപോലെ തന്നെ ഈ സൂറത്തിൽ നിന്ന് കിട്ടുന്ന ഫവായിദ്, ഫവായിദ് എന്ന് പറഞ്ഞാൽ ഫായിദയുടെ ജംആണ്, ബഹുവചനമാണ് ഫവായിദ്. ഫായിദ നമ്മളറിയാലോ, നമ്മൾ പറയാറുണ്ടല്ലോ, അതുകൊണ്ടൊരു ഫായിദയില്ല എന്ന് പറയാറ് അല്ലേ. എന്നാൽ ഫായിദകൾ, ഈ ആയത്ത് കൊണ്ട് ഫായിദകളുണ്ട്, ഉപകാരം.
എന്താണത്? ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആധിപത്യം, ഇസ്ബാതു മുൽക്കില്ലാഹി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആധിപത്യം എന്ന കാര്യത്തെ സ്ഥിരപ്പെടുത്തലുണ്ട്. ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. വമലകൂതിഹി യൗമദ്ദീൻ, യൗമുദ്ദീനിൽ അവന്റെ ആധിപത്യത്തെ സ്ഥിരപ്പെടുത്തലുണ്ട്. ലഅന്ന ദാലികൽ യൗമ തതലാശാ ജമീഉൽ മുൽക്കിയാത്ത് വൽ മുൽക്ക്, എന്തുകൊണ്ടെന്നാൽ അന്നേ ദിവസം എല്ലാ രാജാക്കന്മാരുടെ ആധിപത്യം എന്താകും? നശിച്ചില്ലാതായി പോകും, എല്ലാം ഇല്ലാതായി പോകും. ഇന്ന് പലരും എന്താണ്? ആധിപത്യം നടത്തുന്നവരാണ്. പല ആളുകളും ദുൽമ കൊണ്ട്, അക്രമം കൊണ്ട് അവർ ഭരിക്കുന്നവരാണ്. പക്ഷേ നാളെ പരലോകത്ത് എന്തില്ല? അതൊന്നും നടപ്പിൽ വരികയില്ല. അവരും നമ്മളും എല്ലാം ഒരേപോലെ അള്ളാഹുവിൻ്റെ മുന്നിൽ വിവസ്ത്രരായി വസ്ത്രമില്ലാതെ നിൽക്കേണ്ടി വരും. فإن قال قائل أليس مالك يوم الدين والدنيا, ഒരാൾ ചോദിക്കാണ്, അപ്പോൾ അള്ളാഹു മാലിക് യൗമുദ്ദീനും ദുനിയാവല്ലേ, ദുനിയാവിൻ്റെ റബ്ബല്ലേ, അതുപോലെ തന്നെ പരലോകത്തിൻ്റെ റബ്ബല്ലേ, പിന്നെന്താ അത് മാത്രം പറഞ്ഞത്? ഫൽ ജവാബു ബല, ശരിയാണ്. ദുനിയാവിലെ മലിക്കാരാണ്, യഥാർത്ഥത്തിലുള്ള മാലിക്കാരാണ്, അള്ളാഹുവാണ്, അവിടത്തെയുമാണ്. ലാകിൻ ളുഹൂറു മലകൂതിഹി വമുൽകിഹി വസുൽത്താനിഹി ഇന്നമാ യകൂനു ഫീ ദാലികൽ യൗം, മറിച്ച് അള്ളാഹുവിൻ്റെ ആ മുൽക്ക്, ആധിപത്യം ആളുകൾക്ക് വ്യക്തമാകുന്നത്, അള്ളാഹുവിൻ്റെ ആ അടക്കിവാഴൽ വ്യക്തമാകുന്നത് എവിടെയാണ്? ആളുകൾക്ക് വ്യക്തമാകുന്നത്. ആളുകൾക്കിപ്പോൾ ചിലപ്പോൾ ചില ആളുകൾ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷേധിക്കുന്നവരുണ്ട്. അവൻ അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ളവനാണ്, എന്നിട്ട് അള്ളാഹുവിനെ നിഷേധിക്കുന്നു. പക്ഷെ നാളെ പരലോകത്ത് അവനത് തിരിച്ചറിയും. എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് തൻ്റെ റബ്ബ് എന്ന് തിരിച്ചറിയും. ലഅന്ന അല്ലാഹ തആല യുനാദി, നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയതിനു ശേഷം വിളിച്ചു പറയും. എന്താണ് വിളിച്ചു പറയുക? ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ ദിവസം ആർക്കാണ് ആധിപത്യം? അപ്പോൾ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലാ യുജീബു അഹദ്, ഒരാളും ഉത്തരം പറയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് ഇന്നത്തെ ദിവസം ആധിപത്യം? അന്നെല്ലാവരും പേടിച്ചിരിക്കുകയായിരിക്കും. അമ്പിയാക്കൾ പേടിച്ചവരായിരിക്കും അമ്പിയാക്കൾ. ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താണ്? ആരും മിണ്ടുകയില്ല. ഫയഖൂലു തആല, അവ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, എല്ലാം അടക്കി വാഴുന്ന, അടക്കി ഭരിക്കുന്ന ഏകനായ അള്ളാഹുവിനാണ് ഇന്നത്തെ ആധിപത്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഫിദ്ദുനിയ യദ്ഹറു മുലൂക്, ദുനിയാവിൽ പല രാജാക്കന്മാരും ഇങ്ങനെ ഉയർന്നു വരും. അവർ ഇന്ന രാജാവ്, ആ രാജാവ്, ഈ രാജാവ്. ബൽ യദ്ഹറു മുലൂകുൻ യഅതഖിദു ശുഊബുഹും അന്നഹു ലാ മാലിക ഇല്ലാ ഹും, ചില നാടുകളിലുള്ള ആളുകൾ വിചാരിക്കുന്നു അവരുടെ രാജാക്കന്മാരാണ് എല്ലാം എന്നാണ്, അവരുടെ രാജാക്കന്മാരെല്ലാം ഉടമപ്പെടുത്തുന്നവരാണ് എന്നൊക്കെ കരുതുന്ന ആളുകൾ ദുനിയാവിലുണ്ട്. ഫശിയൂഇയ്യൂന മസലൻ ലാ യറൗന അന്ന ഹുനാക റബ്ബൻ ലിസ്സമാവാതി വൽ അർദ്, ഉദാഹരണത്തിന് കമ്മ്യൂണിസ്റ്റുകാർ, അവർ ആകാശഭൂമികൾക്ക് ഒരു റബ്ബില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്, ഒരു ഖാലിഖില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്, ഒരു മാലിക്കില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. യറൗന അന്നൽ ഹയാത അർഹാമുൻ തുദ്ഫഅ അർഹാമുൻ തദ്ഫഅ വഅർദുൻ തബ്ലഅ, അവർ വിചാരിക്കുന്നത് ജീവിതം എന്ന് പറഞ്ഞാൽ പുറന്തള്ളുന്ന ഒരു ഗർഭപാത്രവും തിന്നുന്ന ഒരു ഭൂമിയും. അതായത് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരിക, പിന്നെ കുറച്ചാൾ കഴിഞ്ഞാൽ മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിടുക. ഇതാണ് അവരുടെ അടിക്കൽ. എന്താണ് ജീവിതമെന്ന് പറഞ്ഞാൽ? അതാണ്. വഅന്ന റബ്ബഹും ഹുവ റഈസുഹും, അവരുടെ റബ്ബാരാണ് അവർക്ക്? അവരുടെ നേതാവാണ്, അവരുടെ രാജാവ്. അപ്പോൾ അവരുടെ ഭരണാധികാരിയായിരിക്കും. ഭരണാധികാരി പറയാണ് ഇങ്ങോട്ട് തിരിയാൻ, അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് തിരിയാൻ. അതായത് അവർക്ക് വേറൊരു കാര്യം നിസ്കരിക്കണമെന്നോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കണമെന്നോ റബ്ബിൻ്റെ ഒരു തീർപ്പോ വിധിയോ ഒന്നും തന്നെ അവർക്കില്ല. മറിച്ച് അവരുടെ റബ്ബാരാണ്?
അവരുടെ നേതാവാണ് എന്ന നിലക്ക് ജീവിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ നാളെ പരലോകത്ത് അതെല്ലാം ഇല്ലാതാകും, എല്ലാം നശിച്ചു പോകും. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണതെന്ന് ബോധ്യപ്പെടും. അതുപോലെ തന്നെ ഈ ആയത്തിലെന്നുണ്ട് പരലോകം, അന്ത്യനാൾ, ഉയർത്തെഴുന്നേൽപ്പ് ഇതൊക്കെ സ്ഥാപിക്കുന്നുണ്ട്. ത്വയ്യിബ്. അതുപോലെ തന്നെ ഈ ആയത്തിലുള്ള മറ്റൊരു കാര്യമാണ് ആ ദിവസത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള കാര്യം. അന്ന് ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനത്തിൽ പ്രതിഫലം നൽകപ്പെടും. ആ ദിവസത്തിന് വേണ്ടി പ്രയത്നിക്കണം, പണിയെടുക്കണമെന്നും ഈ ആയത്തിൽ നിന്നും കിട്ടുന്ന മറ്റൊരു കാര്യമാണ്. ഇലാഹുനാ വല്ലാഹു തആല അലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.